നീലേശ്വരം കൊട്ടച്ചാലിൽ ജോലി ചെയ്യാനെത്തിയ KSEB ജീവനക്കാർക്ക് നേരെ ഗുണ്ടാക്രമണം. സബ് എഞ്ചിനീയർക്കും ഓവർസിയർക്കും സാരമായി പരിക്കേറ്റു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നീലേശ്വരം പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ അക്രമികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. This news sponsored by Bobby Chemanur International Jewelers. കൊട്ടച്ചാൽ ജംഗ്ഷനിലുള്ള ലൈൻ ABയിലെ HT ജമ്പറിന്റെ പ്രവർത്തനം ശരിയാക്കാനെത്തിയ KSEB പടന്നക്കാട് സെക്ഷനിലെ സബ് എഞ്ചിനീയർ PV ശശി, ഓവർസിയർ KC ശ്രീജിത്ത്, ലൈൻമാൻമാരായ PV പവിത്രൻ, അശോകൻ എന്നിവരെയാണ് ഗുണ്ടാസംഘം അകാരണമായും മൃഗീയമായും ആക്രമിച്ചത്. അറ്റകുറ്റപ്പണിക്കായി ബുധനാഴ്ച ഉച്ചയോടെ സ്ഥലത്തെത്തി ലൈൻമാൻ പവിത്രൻ DPയിൽ കയറി പണി തുടങ്ങിയതിന് പിന്നാലെ കാറിലെത്തിയ 4 സംഘം പ്രകോപനപരമായി പലതും പറയുകയും ജോലി ചെയ്യേണ്ടെന്ന് ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞടുത്ത് ആക്രമിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ സംഘം സബ് എഞ്ചിനീയർ ശശിയെ വലിച്ചിഴക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ഇത് പകർത്തുകയായിരുന്ന ഓവർസിയർ ശ്രീജിത്തിന്റെ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ച സംഘം ഇദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഏതോ ആയുധകൊണ്ട് അടിക്കുകയും ചെയ്തു. ഇത് കണ്ടയുടൻ പോസ്റ്റിൽ നിന്നും താഴെയിറങ്ങിയ ലൈൻമാൻ പവിത്രന് നേരെയും കയ്യേറ്റമുണ്ടായി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നീലേശ്വരം പോലീസിനെയും അക്രമികൾ വകവെച്ചില്ല. ഒടുവിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസ് സംഘം ഇവരെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവം ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥയും സൃഷ്ടിച്ചു. സമീപവാസികളായ സുമിത്ത്, ധനൂപ്, ഷാജി എന്നിവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടോടെ ഹോസ്റ്റൽ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ സബ് എഞ്ചിനീയറും ഓവർസിയറും കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൂല കാലാവസ്ഥയിലും സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചും അവധിയെടുക്കാതെയും അധിക സമയം ജോലി ചെയ്തുമെല്ലാം ആളുകളുടെ ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കാനായി രാപ്പകൽ ഭേദമെന്നെ കഷ്ടപ്പെടുന്ന KSEB ജീവനക്കാരോട് സമൂഹമാകെ കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇവർക്കു നേരെയുണ്ടായ അക്രമത്തിനെതിരെ പരക്കെ പ്രതിഷേധം ഉയരുന്നുണ്ട്. കുറ്റക്കാർക്ക് കനത്ത ശിക്ഷ തന്നെ നൽകണമെന്നാണ് സംഭവം അറിഞ്ഞവരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നതും.